താമരക്കുളം വിജയ് ആർട്സിന് വേണ്ടി മോഹനൻ പിള്ള ഉത്സവ പ്ലോട്ടായി അവതരിപ്പിക്കുന്നു സീതാപഹരണം. ആര്യപുത്ര, ശ്രീരാമദേവ, കുമാര, സൗമിത്രേ, നോക്കൂ, സ്വർണ്ണബന്ധ നിറത്തിലുള്ള ഒരു മാൻകിടാവ്. രത്നങ്ങൾ തേടുന്നത് പോലെയുള്ള പുഴകൾ. അതിനെ പിടിച്ചില്ലെങ്കിൽ ആശ്രമ മൃഗമായി വളർത്താമായിരുന്നു. ആര്യെ, രാക്ഷസന്മാർ ധാരാളമുള്ള ആരണ്യകമാണിത്. ഏതോ രാക്ഷസൻ വേഷം മാറി വന്നതാകാനാണ് സാധ്യത. ഈ നിറത്തിലുള്ള മാൻ സാധാരണയായി കാണാറില്ല. രാക്ഷസനോ? ഒരിക്കലുമല്ല, അതൊരു മാൻ തന്നെയാണ്. ലക്ഷ്മണന് അതിനെ പിടിക്കുവാൻ വയ്യെങ്കിൽ ഞാൻ ആര്യപുത്രനോട് പറഞ്ഞുകൊള്ളാം. ആര്യപുത്ര, പ്രാണനാഥ, എനിക്ക് ആ മാനിനോട് വളരെ കൗതുകം തോന്നുന്നു. കൂട്ടാളി അടുത്ത് വരുന്നത് കണ്ടില്ലേ? എനിക്കതിനെ വേണം പ്രാണനാഥ. അനുജ, ലക്ഷ്മണ, സീതയ്ക്ക് ആ മാനിനെ ലഭിച്ചേ തീരൂ. ഞാൻ അതിനെ പിടിക്കുവാൻ ശ്രമിക്കട്ടെ. നാം തിരികെ എത്തുന്നതുവരെ നീ ഇവിടെ സീതയെ സംരക്ഷിച്ചു നിന്നുകൊള്ളുക. പോയി വരാം ദേവി. അയ്യോ അയ്യോ ലക്ഷ്മണ, ആര്യപുത്രന്റെ കരച്ചിലാണല്ലോ കേൾക്കുന്നത്. കുമാരൻ പറഞ്ഞതുപോലെ മാനായി വന്നത് രാക്ഷസൻ തന്നെ ആവണം. വേദിച്ചല്ലോ, അദ്ദേഹത്തെ രക്ഷിക്കൂ. ദേവി, ജ്യേഷ്ഠനെ വധിക്കുവാൻ ഒരു രാക്ഷസിനെ കൊണ്ടും സാധ്യമല്ല. ജ്യേഷ്ഠൻ വിചാരിച്ചാൽ ഈ വിശ്വം പോലും ഇല്ലാതാക്കുവാൻ കഴിയും. ഇതെന്തോ ചതിയാണ്. ദുഷ്ട, സ്വന്തം ജ്യേഷ്ഠന്റെ നിലവിളി കേട്ടിട്ടും രക്ഷിക്കുവാൻ ശ്രമിക്കാതെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ജ്യേഷ്ഠൻ ഇല്ലാതായാൽ നീ എന്നെ പരിഗ്രഹിക്കുവാനായിരിക്കും. നിന്റെ ആകാശക്കോട്ട് തകർന്നു വീഴും. ആര്യപുത്രന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ സീത ഒരു നിമിഷം പോലും ഭൂലോകത്തിൽ വാഴുകയില്ല. മാതൃസ്ഥാനീയായ ദേവി, നിർത്തൂ ഇത്തരം കർണകഠോരങ്ങളായ വാക്കുകൾ. നമുക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. ജ്യേഷ്ഠൻ കഴിഞ്ഞേ ഈ ലോകത്ത് നമുക്ക് മറ്റെന്തുമുള്ളൂ. ദേവിയുടെ ആശ്വാസത്തിനായി നാം ഞാണലി കേട്ട ഭാഗത്തേക്ക് പോവുകയാണ്. ദേവിക്ക് ചുറ്റും നാം ഒരു മാന്ത്രിക വലയം തീർത്തിട്ടുണ്ട്. ദേവി ആ വൃത്തത്തിന് വെളിയിൽ കടക്കരുത്. വന്ദനം മാമുനീന്ദ്ര, ക്ഷമിക്കണം, ഞാൻ തനിച്ചേ ഇപ്പോൾ ഇവിടെയുള്ളൂ. എന്റെ നാഥൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ എനിക്ക് ഭിക്ഷ നൽകുന്നതായിരിക്കും. നമുക്ക് ഭിക്ഷ തന്നുകൊള്ളുക. ഹേയ് സന്യാസി, നിങ്ങൾ എന്താണ് വെറും പ്രാകൃതരെ പോലെ സംസാരിക്കുന്നത്? എന്റെ പതി ഇത്തരം വാക്കുകൾ ശ്രമിക്കാൻ ബ്രഹ്മഹത്യ പാപം പോലും ശങ്കിക്കാതെ നിങ്ങളെ വധിക്കുന്നതായിരിക്കും. ഹേ സുന്ദരി, ത്രിലോക ജേതാവായ രാവണനാണ് നാം. നമ്മെ ജയിക്കുവാൻ ആരാലും സാധ്യമല്ല. നമ്മുടെ വിശ്വരൂപം കണ്ടുകൊള്ളുക. നമ്മുടെ സഹോദരി ശൂർപ്പണഖയുടെ മൂക്കും മുലയും ഛേദിച്ച് അപമാനിച്ചയച്ച രാമലക്ഷ്മണന്മാരോട് പക വീട്ടുവാൻ ഒരുങ്ങി തന്നെയാണ് നാം വന്നിരിക്കുന്നത്. നമ്മുടെ സോദരിയോട് ചെയ്തതിന് പകരമായി നിന്നെ നാം അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. വേഗം നമ്മോടൊപ്പം പോന്നുകൊള്ളുക. ത്രിലോക സുന്ദരി,
നിന്റെ കോപവദനങ്ങൾ നമ്മെ രോമാഞ്ചകൊള്ളിക്കുന്നു. വകവൊക്കുക മാത്രമല്ല, നിന്നിൽ നമുക്കിപ്പോൾ അഭിനിവേശവും ഏറിയിരിക്കുന്നു. രാമനെ മറന്നുകൊള്ളുക. നിന്നെ നാം നമ്മുടെ പട്ടമഹിഷിയാക്കുന്നതായിരിക്കും. വേഗം നമ്മോടൊപ്പം വന്നുകൊള്ളുക. വായുപുത്ര, ശ്രീരാമദേവ, ലക്ഷ്മണകുമാരാ, രക്ഷിക്കണേ. രാമരാവണ യുദ്ധത്തിന് ഈ സംഭവം കാരണഹേതുവായി തീർന്നു.